അപ്പൊ എത്രേ ഉള്ളൂ. അത് പറയാൻ ഇത്ര കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു കേസ്. ഞാൻ അതിന്റെ കുറച്ച് പുറകിലായതുകൊണ്ടും പിന്നെ ഇതിൽ നിന്ന് ഒരു ഓഫ് അവർക്കൊക്കെ വേണമെന്ന് തോന്നുന്നത് കൊണ്ടുമാണ് 2 ദിവസം ഞാൻ ഗ്യാപ്പ് എടുത്തത്. ആൻഡ് സിറ്റിയിലെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അതിലേക്ക് കടക്കാം. അതൊക്കെ വിടാം. ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. വെളിയിലത്തുള്ളവന്മാരുടെ കഴ തീർത്തു. ഇനി സിറ്റിക്കകത്തുള്ളവന്മാരുടെ കഴ. സിറ്റിക്കകത്തുള്ളവന്മാരുടെ കഴയെന്ന് പറഞ്ഞാൽ ഗൈസ്, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരായതുകൊണ്ടും TV അടിച്ചതിന് ശേഷം T47 പിള്ളേർ സ്കൂളിലൊക്കെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് വരെയാണ് നമ്മൾ അറിഞ്ഞത്. മനസ്സിലായ അണ്ണാ, നമ്മൾ TV ഫാൻസിനെ എടാ നിന്റെയൊക്കെ അണ്ണന്മാരെ ഞങ്ങൾ അടിച്ചെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയെന്ന്. ഞാൻ പറഞ്ഞു, എടാ മോനെ അതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവർ ജയിച്ചില്ലടാ, ജയിച്ചപ്പോൾ ഉള്ളതല്ലായിരുന്നോടാ എന്ന് പറഞ്ഞ് ഞാനതൊക്കെ വിട്ട്. മനസ്സിലായത്? സ്കൂളിലൊക്കെ ഭയങ്കര ചർച്ചയൊക്കെ ആയ സംഭവമാണ് ഇന്നലത്തെ വാറിന്. ഇനി അടുത്ത ദിവസം സ്കൂളിൽ പോകുമ്പോൾ അവർ തിരിച്ചു കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കും. മനസ്സിലായ? ആൻഡ് ഇത് ഗൈസ്, ഞാൻ ഒരു വാറ് തോറ്റ് കഴിഞ്ഞതിന്റെ കാര്യമല്ല ഞാൻ പറയണം. നമ്മൾ ഒരുപാട് ഗാങ്സിൻ്റെ അടുത്ത് വാറ് തോറ്റിട്ടുണ്ട്. തോറ്റതിന് ശേഷം മീമ് അണ്ടി അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇവന്മാരെ ലോകത്ത് ആർക്കും തൊടാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ഇതിലേക്ക് അങ്ങ് കൊണ്ടുപോയി. മനസ്സിലായ? ഇവനെ ഒന്നും ആർക്കും അടിക്കാൻ പറ്റത്തില്ല ഈ സിറ്റിക്കകത്ത് എന്നുള്ള രീതിയിലോട്ട് അങ്ങ് കൊണ്ടുപോയി. അതായിരുന്നു നമുക്കാർക്കും ഇഷ്ടപ്പെടാത്തത്. അവൻ്റെയൊക്കെ DNSും അണ്ടിയും കൂണ്ണയും. എടാ, ഇതൊക്കെ ഇട്ടിട്ട് പോലും നിന്നെയൊക്കെ 30 എണ്ണത്തിനെ അടിച്ചിട്ടെന്ന് പറഞ്ഞാൽ നിനക്കൊക്കെ എന്തൊരു കഴിവാണടാ. സ്വന്തം സാധനം വളച്ചു വെച്ച് ചപ്പട പുണ്ടച്ചികളെ. കഴിവില്ലാത്തതിന് സാമാനം പൊക്കി ഇറങ്ങിയേക്കണ്. DNSും പറയും അതും എല്ലാം ഇട്ടിട്ട്. കഷ്ടം തന്നെടാ നിന്റെയൊക്കെ കാര്യം. എന്തൊക്കെ ഇട്ടിട്ട് നീയൊന്നും കുണം പിടിക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ടേ ചാറ്റിലൊക്കെ വന്നങ്ങ് മെഴുകാണ്. T47 എന്ന് പറഞ്ഞ സിറ്റിയിലെ അൺബീറ്റബിൾ ഗ്യാങ് ആണെന്ന്. പിന്നെ ഒരു കാര്യം പറയാം ഗൈസ്, ഞാൻ ഷൗട്ടക്സിനെ കൊണ്ടൊരു വീഡിയോ ചെയ്യിക്കുന്നുണ്ട്. ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കരുത്. എൻ്റെ അടുത്ത് പറയരുത് സിറ്റിയിൽ ഞാൻ ഇനി TV ഇറങ്ങിയ ആൾക്കാർ സിറ്റുവേഷൻ വേഴ്സ് ആക്കി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാൽ ഞാൻ തുപ്പി തൂറി കവർ കെട്ടി എറിഞ്ഞു വരും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പോഴേ ഞാൻ പറയുവാണേ, അപരാധിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ അപരാധിക്കും. PP-ക്കും ഊത്തിനും ഒക്കെ ഉള്ളതേ, ഊത്തിനെയും PP-യൊക്കെ ഞാൻ അങ്ങ് വെച്ചങ്ങ് അപരാധിക്കാൻ പോണു ഞാൻ ഇനി തൊട്ട്. മനസ്സിലായ? അത് ഞാൻ കൊടുക്കും. ഞാൻ അതിനുള്ളത് ഞാൻ കൊടുക്കും ഗൈസ്. ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾ ലൈവ് കാണുന്നവരൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഒരു ദിവസം ദാമുവിനെ ലൈവിലിരുന്ന് തെറി പറഞ്ഞിട്ട് അടുത്ത ദിവസം ഞാൻ വന്ന് പബ്ലിക്കായിട്ട് സോറി പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അതുപോലെ അവന് ഇൻബോക്സിൽ പോയി മെസ്സേജ് അയക്കുകയും ചെയ്തെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അത് ഓർമ്മയുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈയിടെയായിട്ട് വളരെ റീസെൻ്റ്ലി 2-3 കിക്കിൽ ലൈവിൽ തന്നെ കിടപ്പുണ്ട്. അത് മനസ്സിലായ? കിക്കിൽ ലൈവിൽ തന്നെ ഉണ്ട്. അപ്പം ഞാനത് എനിക്ക് ബാഡായിട്ട് തോന്നിയിട്ട് വേണ്ട, എന്തിനാണ് ഞാനത് ട്രിഗറായിട്ട് പറഞ്ഞതല്ലേ. പക്ഷെ അത് കഴിഞ്ഞപ്പം ഈ സിറ്റുവേഷൻ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, തത്സമയമുള്ളവരുടെ അടുത്ത് മാത്രം വന്ന് ഊത്തുന്ന ഒരു പരിപാടി ഞാൻ കണ്ട്. തത്സമയത്തിൽ ആരെങ്കിലും ചത്ത് കിടപ്പുണ്ടെങ്കിൽ അവരുടെ അടുത്ത് വന്നു ഊത്ത് ചില അവന്മാർ ഈ ശബ്ദമൊക്കെയാണ് ഇവന്മാർ ഉണ്ടാക്കണേ. പിള്ളേരല്ലേ, അതിൻ്റെ ആയിരിക്കും. പിള്ളേരുടെ സമയത്ത് കളിക്കണതല്ലേ ഊത്ത്. ഇതൊക്കെ പിള്ളേർ കളികളാണ്. അങ്ങനെ എടുത്താൽ മതി. പിള്ളേർ കളികളാണ് ഇതൊക്കെ ഇങ്ങനെ വന്നിരുന്ന് ഇതിങ്ങനെ ചെയ്തതിൻ്റെ പേരിലുള്ളത് നമുക്കും തിരിച്ച് ഊതി കൊടുക്കാം അവന്മാർക്ക്. മനസ്സിലായേ? അവന്മാർക്ക് ഊത്ത് ഇതൊക്കെ കൊടുക്കാം. ആൻഡ് അയ്യോ എന്താ ക്യൂലാ നമ്മൾ 20-25 ഇങ്ങനത്തെ ചില കുൽസിത പ്രവർത്തികളിലാണ് പിള്ളേരെല്ലാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൊടുക്കാനുള്ളത് നമുക്ക് അങ്ങനെ അങ്ങ് കൊടുക്കാം. അല്ല, പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ടേടാ. പുതിയപ്പ അണ്ണന്മാരുടെ വാറ് കളിക്കാൻ പേടിയായോണ്ടാണ് നമ്മൾ വാറ് നാളത്തേക്ക് മാറ്റാൻ ഞാനേ. 10 സെക്കൻഡ് ഡിലേ ആയെന്ന് പറഞ്ഞുകൊണ്ട് KV ആയിട്ടുള്ള വാർ റിജക്ട് ചെയ്ത പുണ്ടച്ചികളാ. സിറ്റിയിൽ ബാക്കിയുള്ള സിറ്റുവേഷൻസ് കാണുന്നവർക്ക് അറിയാവേ. 10 സെക്കൻഡ് 20 സെക്കൻഡ് ഡിലേ എന്ന് പറഞ്ഞിട്ട് KV ആയിട്ടുള്ള വാർ റിജക്ട് ചെയ്ത് പോയവന്മാരാണ് ഇവിടെ ഇരുന്ന് കരയണത്. അങ്ങനെ കരയണ്ട നിങ്ങൾക്ക്. അല്ല, അതെന്ത് വർത്താനമാണ് കഴിച്ച്? അത് ലോജിക്ക് എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങളൊക്കെ അടിച്ചത് 22 vs 30 അല്ലടാ. ധൈര്യമുണ്ട് 15 vs 15 ആടാ. 22 നമ്മളാടാ, നിങ്ങളല്ല. 22 ഞങ്ങളാ. അതാദ്യം മനസ്സിലാക്ക്. അപ്പോഴും നിങ്ങളുടെ ആള് കുറയുക. നിങ്ങൾ പകുതി പേരായിട്ട് കുറയുക. ഞങ്ങളുടെ 7 പേര് കുറയും, നിങ്ങളുടെ 15 പേര് കുറയുക. ബുദ്ധിയില്ലേ നിനക്ക്? സ്കൂളിൽ കണക്കൊന്നും ഇല്ലേ? മാത്സ് ഇല്ലേ കൈസ്? ഇപ്പോഴത്തെ സിലബസിൽ മാത്സ് ഇല്ലേ? അതാണ് എന്റെ ചോദ്യം. ബേസിക് 1 2 3 4 5 6 ഒന്നും പഠിപ്പിക്കൂലേ ഇപ്പൊ? നമ്മള് സ്കൂളിലൊക്കെ നമ്മൾ വയസ്സായവരല്ലടാ. അപ്പൊ എങ്ങനെ നമുക്ക് ഇതൊന്നും അറിഞ്ഞൂടല്ലോ.
അമ്മാരുടെ പ്രകാരം നമ്മൾ ഭയങ്കര ഒത്തിരി വയസ്സായ അമ്മാവന്മാരാണ്, മനസ്സിലായേ? പിള്ളേരെന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ ആരാണ് സാധാരണ അടി കൊടുക്കണേ? അച്ഛനമ്മമാരുടെ പ്രായമുള്ളവരും മാമന്മാരുടെ പ്രായമുള്ളവരും. അങ്ങനെ മാമന്മാരുടെ കയ്യിൽ നിന്ന് കുറച്ച് അടി കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. നീ മാമൻ എന്ന് വിളിച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല, മനസ്സിലായേ? ഇതെങ്കിലും നന്നാവും. സ്റ്റിൽ 8 ലൈവ്, അത് പിന്നെ 8 ലൈവ് നമ്മള് പോടാ മണ്ടാന്ന്. അവൻ്റെ SHWSJKKS എന്ന്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് അവന് സ്പെല്ലിങ്ങിൽ എഴുതാൻ പറ്റുന്ന ഒരു വാക്ക് അവന് അറിഞ്ഞുകൂടാ, മനസ്സിലായ? ഇപ്പൊ ആപ്പിൾ എന്ന് എഴുതി പോയാൽ അപ്പീന്നായി പോകും. അതുകൊണ്ട് അത് അവന് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമല്ലോ യൂസർ നെയിമിന്റെ അവിടെ. അതുകൊണ്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ടേക്കുന്നത്. ചുമ്മാ റാൻഡം കീസേ. സ്കൂളിൽ പോകാത്തതിന്റെ പ്രശ്നങ്ങളൊക്കെയാണ്. ശരിയാവൂടാ, എല്ലാം ശരിയാവും. ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴല്ലേ ഓരോന്ന് പഠിക്കണം നമ്മള്. എന്തൊക്കെ തരം പിള്ളേരാണ് ഗൈസ്. പിന്നെ കുറെ ദിവസമായിട്ട് എല്ലാരും കുറെ പേര് ചോദിക്കണ കാര്യമാണ്, ഇപ്പൊ ഫുള്ള് താറിലാണല്ലോ, താറ് ആരുടെയാ? ആ താറ് എന്റെയാണ്. ഞാൻ ഒടുവിൽ കുറ്റസമ്മതം നടത്തുവാണ്. ആ താറ് ഞാൻ മേടിച്ചിട്ട് ഇപ്പൊ 6 മാസമായി. 6 മാസമായിട്ട് അത് എൻ്റെ വണ്ടിയാണ്. ഞാനിപ്പോൾ അതിലാണ് എല്ലായിടത്തും പോണതും ഇതാക്കണതൊക്കെ. ഞാൻ കുറച്ച് ഓഫ് റോഡ്, എനിക്ക് കുറച്ച് ഭയങ്കര റേസ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ താറ് മേടിച്ചത്. സോ ബോബോയുടെ വണ്ടിയായിരുന്നു അത്. ആക്ച്വലി ബോബോയുടെ കയ്യിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. ബോബോയെ എടുത്ത വണ്ടിയാണ്, ഞാൻ ബോബോയുടെ കയ്യിൽ നിന്നാണ് മേടിച്ചത്. ഇപ്പോൾ ഒരു 6 മാസമായിട്ട് ഞാനതെല്ലാം പണിതെല്ലാം കഴിഞ്ഞതിന് ശേഷം പറയാമെന്നാണ് വിചാരിച്ചിരുന്നത് കൈ. സത്യം പറഞ്ഞത് അത് ഞാൻ നമ്മുടെ സിറ്റിയിൽ ഒരു ഗ്യാങ് വണ്ടി പോലെ ബിൽഡ് ചെയ്യുവാണ്. സോ ബിൽഡിന് നാളെ കൊടുക്കാൻ പോവാണ്. വണ്ടി കംപ്ലീറ്റ്ലി ലിഫ്റ്റൊക്കെ ചെയ്ത് ഓഫ് റോഡ് സ്പെക്കിൽ ഞാൻ വേണ്ടിയിട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കാം. ചീറ്റൊന്ന് എടാ അല്ലടാ, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഒരു വണ്ടി ഞാൻ ആദ്യം കുറച്ച് നല്ല ട്രയൽ പീരീഡ് നോക്കിയതാണ്, അത് ഓടിച്ച് നോക്കിയിട്ട്. പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാ. എന്ത് രസമാണല്ലോ ഓഫ് റോഡൊക്കെ. ഞാൻ ഇത്രയും നാൾ ഈ സ്പോർട്സ് സെഗ്മെന്റ് വണ്ടി മാത്രം ഓടിച്ചേ എനിക്ക് അതിനോടായിരുന്നു താല്പര്യം. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഓഫ് റോഡാണ് കൈസ്. എൻ്റെ അമ്മോ, ഞാൻ അതുകൊണ്ട് എന്തൊക്കെ ചെയ്തെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. ഗ്യാങ് വെഹിക്കിൾ അപ്ഡേറ്റ്. ഗ്യാങ് വെഹിക്കിൾ ഒരു 3-4 ദിവസത്തിനകത്ത് എന്തായാലും ഉണ്ടാവും. അൺസബ് ഞാൻ വണ്ടി എടുക്കണോ എല്ലാം പറയാ. ആ പിന്നെ ചാറ്റ് തീരുമാനിക്കുന്നതാണല്ലോ, അങ്ങനെ ജീവിക്കാൻ ഞാൻ ഇനി. കള്ളൻ നീയൊക്കെയാണ് കള്ളൻ. ആ ടർഫ് അടിച്ചെടുക്കാൻ ഇച്ചിരി മൂക്ക് വന്നു ബ്രോ. സിറ്റിയിലെ ആദ്യത്തെ ടർഫാ. ടർഫ് ടർഫ് കുറെ നാളായിട്ട് കളിക്കണില്ല. നമ്മൾ അടിച്ചെടുത്തോളാം, മനസ്സിലായ? നമ്മൾ അടിച്ചെടുത്തോളാം പറ്റുന്ന സമയത്ത്. അത് ആദ്യത്തെ വട്ടം കിട്ടിയില്ലെങ്കിൽ അടുത്ത വട്ടം നമ്മൾ അടിച്ചെടുത്തോളാം. ടോസ് ഇട്ട് കിട്ടിയതല്ലല്ലോടാ നമുക്ക്, മനസ്സിലായ? ഡിഫെൻഡിങ് അറ്റാക്കിങ് അല്ലേ. അറ്റാക്കിങ് ഒക്കെ കുറച്ച് പാടൊക്കെ ഉണ്ടാവും. നമ്മൾ അടിച്ചെടുത്തോളാം പറ്റുന്ന സമയത്ത്. പിന്നെ ഞാൻ നിങ്ങളുടെ ആദ്യത്തെ T47 അടി കിട്ടിയപ്പോഴേ ഞാൻ ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നു എല്ലായിടത്തും. ഓർത്തിരിക്കണേ, ഇത് അവന്മാരുടെ കണ്ടന്റ് അല്ല, ഇത് എന്റെ കണ്ടന്റ് ആണെന്ന് ഞാൻ അന്നേ പറഞ്ഞായിരുന്നു. അപ്പൊ ഊത്തും PP എല്ലാം ഇങ്ങനെ നിരയായിട്ട് വരുന്ന ഒരു കണ്ടന്റ് മറ്റന്നാ വരും. അത് ഞാൻ ഇന്നത്തെ ഈ ലൈവ് വേണ്ടി ഞാൻ ഉറങ്ങാതെ ഇരുന്നാണെങ്കിലും ഞാൻ അവൻ്റെ കൂടെ ഇരിക്കും. ഒരു ദിവസം ഞാൻ ചൗട്ടക്സിനെ ഞാൻ ഉറക്കണില്ല, അത്രേ ഉള്ളൂ. അത് ഞാൻ കൊടുക്കും. ഒന്നാമത്തെ കാര്യം ഗൈസ്, എനിക്ക് സിറ്റിയിൽ കുറച്ച് ഗ്യാങ്സിനോട് റെസ്പെക്റ്റ് ഉണ്ട്. എന്താന്ന് പറയട്ടെ, നമ്മൾ റീബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സിറ്റുവേഷൻ ആയപ്പോൾ പോലും എന്നെ ഇൻബോക്സിൽ വന്നിട്ടും അതുപോലെ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്, ബ്രോ നിങ്ങളുടെ ഒരു ഡൗൺ ടൈം ആയതുകൊണ്ട് നമ്മൾ സിറ്റുവേഷൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് പോയവരുണ്ട്, മനസ്സിലായ? എന്ന് പറഞ്ഞിട്ട് പോയ കുറച്ച് ആൾക്കാരുണ്ട്. അവരോടൊക്കെ എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ കൂട്ടത്തിൽ നിന്ന് ഒരുത്തൻ ഇറങ്ങി പോയിട്ട് ഉടനെ അപ്പുറത്ത് കയറി നമ്മളെ അടിക്കണമെന്ന് മുട്ടി നിന്നൊരു ഗ്യാങ്ങാണ് ഈ കണ്ടി 7. അപ്പോൾ ഇവന്മാർക്ക് ഇപ്പം കൊടുത്തില്ലെങ്കിൽ അത് ശരിയാകത്തില്ല, മനസ്സിലായ? പ്രഷർ വാട്ട് പ്രഷർ എന്ന് അവൻ്റെ പ്രഷർ അണ്ടി ടെലിപ്പോർട്ട് 47. അതെ വെട്ടി തിരിഞ്ഞൊക്കെയാണ് പോണേ. തീട്ടം 47, ടെലിപ്പോർട്ട് 47, എന്തൊക്കെ പേരിൽ വിശേഷിപ്പിക്കുക ഇവന്മാരെ.
ഒരു മിനിറ്റ് കേസ്. ഞാൻ ഇപ്പം ഞാൻ ഈ സിറ്റിയിൽ ക്രോസ് എയർ ഇല്ലാതെ കയറിയാൽ ശരിയാവൂല. അതുപോലെ എടാ ഗൈസ്, ഞാൻ പിന്നെ ഇന്നലെ മാസിനെ ഞാൻ തെറി വിളിച്ചത്, ഞാൻ അവരുടെ വി സി പോയി അവനോട് ഞാൻ നേരിട്ട് ആ ചെക്കനോട് സോറി പറഞ്ഞിട്ടാ വന്നത് കേട്ടാ, ബേബി ഗോഡിനോട്. ഇന്നലെ എന്റെ മുമ്പിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു ഞാൻ അടിച്ചേനടാ. ഞാൻ അതുപോലെയാണ് ഇന്നലെ നിന്നത്, മനസ്സിലായേ? ഇന്നലെ ഇവന്മാരെ അടിച്ചു കഴിഞ്ഞപ്പോ എനിക്കങ്ങ് സുഖവും ഹരവും എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. അന്നേരമാണ് ട്രാൻസ്ജെൻഡർ 47 എന്താടാ, എനിക്ക് അതുപോലെ ആയിരുന്നു ഇന്നലെ. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓർത്ത് അന്നത് ജഞ്ചീലെ പോലെ സിറ്റുവേഷൻ എന്തോ ആവുകയാണെന്ന്. ഞാൻ പോയി എന്തോടാ അവന്റെ പേരെന്താ, പീറ്റർ മാക്സ് ആണോ? ഈ പെട്രോൾ പീറ്റർ ഇതിനകത്തുള്ളല്ലേ, ഇത് പേര് മാറിപ്പോയല്ലോ. പീറ്റർ മാക്സ് ആണോ? പീറ്റർ മാക്സ് അല്ലേ അവന്റെ പേര്? ബേബി ഗോഡ് എന്നിട്ടേക്കുന്ന പീറ്റർ മാക്സ് അല്ലേ? പീറ്റർ മാക്സ്. ഞാൻ അവനോട് അപ്പോൾ ഇന്നലെ പോയി ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ അവനോട് സോറിയും പറഞ്ഞിട്ടാണ് വന്നത്. അവൻ കുഴപ്പമൊന്നുമില്ല ബ്രോ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ സോറിയും പറഞ്ഞിട്ടാണ് വന്നത്, പറയാതെ വരുന്നത് ശരിയല്ലല്ലോ. എൻ്റെ ഭാഗത്തു നിന്നൊന്നും മിസ്റ്റേക്കാണ്. ഞാൻ ട്രിഗർ ആയതിൻ്റെ പുറത്ത് വിളിച്ചതാണ് അവനെ തെറി. പിന്നെ ഞാനത് പറഞ്ഞ് ഇതാക്കി. ഡു സ്റ്റോറി മോഡ് ഗെയിംസ് തുടങ്ങണം ബ്രോ. ഞാൻ സത്യം പറയാമല്ലോ ബ്രോ, ഞാൻ ഇതിനകത്തോട്ട് ഗ്യാങ്ങിലോട്ട് തിരിച്ചു വന്നപ്പം ഇപ്പം പകലാണേലും രാത്രിയാണേലും ഇതിൻ്റെ ബാക്കി കണ്ടന്റ് ക്രിയേഷനിലാണേലും എല്ലാത്തിലും ഞാൻ തന്നെയാണ്. ചന്ദ്രൻ ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ള ആക്റ്റീവായിട്ട്. അപ്പോൾ എനിക്ക് വേറെ ഒന്നിനും സമയം കിട്ടണില്ല. മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് വേറൊരു പ്രശ്നം. കുറച്ച് ബുള്ളറ്റ്സ് എടുത്ത് നോക്കട്ടെ.